കുളത്തൂപ്പുഴയിൽ പാതയിലേക്ക് ചാഞ്ഞ് അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങളുടെ ചില്ലകളും ഒടിഞ്ഞു വീഴാറായ മരങ്ങളും മുറിച്ചു നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. അപകടാവസ്ഥയിൽ നിന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് നൽകിയ നിവേദനത്തെ ജില്ലാ കളക്ടറാണ് 75 മരങ്ങളുടെ ചില്ലകളും ചില മരങ്ങളും മുറിച്ചു നീക്കാൻ അനുമതി നൽകിയത്. നെടുവണ്ണൂർ കടവ് മുതലുള്ള മരങ്ങളാണ് മുറിച്ചു നീക്കാൻ തുടങ്ങിയത്. മരങ്ങളും ചില്ലകളും മുറിച്ചു നീക്കാൻ അനുമതി ലഭിച്ചു എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം പഞ്ചായത്തിന് മുന്നിൽ പ്രഹസന സമരം സംഘടിപ്പിച്ചതെന്ന് സ്ഥലത്തെത്തിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബീവി പറഞ്ഞു. രാഷ്ട്രീയപരമായി അവർ നേരിട്ട എന്തുകൊണ്ടാണ് അത് നിങ്ങളോട് എനിക്ക് ബോധ്യപ്പെടുത്തിയേ പറ്റൂ. കാരണം ഇന്ന് മുറിക്കും എന്നവർക്കറിയാം. കഴിഞ്ഞ പഞ്ചായത്ത് സമിതിയിൽ തീരുമാനമെടുത്തു, മുറിപ്പിനുള്ള ആളിനെയും കൊട്ടേഷൻ ക്ഷണിച്ചു, നടപടി സ്വീകരിച്ചതാണ്. അപ്പം മുറിക്കാനുള്ള ആളുകൾ 2 ദിവസം ഒരാളുടെ കൊച്ചച്ഛൻ മരിച്ചതുകൊണ്ട് വരാൻ കാലതാമസം നേരിട്ടു. അപ്പം അടുത്ത ടീമിനെ ഇന്നത്തേക്ക് കിട്ടി. അങ്ങനെ ഇന്ന് വരും എന്ന് ഉറപ്പായും പ്രതിപക്ഷ അംഗങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ഒരു പടി മുമ്പേ ഒരു സമരം നടത്തിയാൽ ഞങ്ങളുടെ സമരത്തിന് ഫലം കണ്ടു എന്ന് പറയുന്നതിന് വേണ്ടിയാണ് അവര് സമരം ചെയ്തത്. അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു വിധമായ ആക്ഷേപവുമില്ല. കാരണം രാഷ്ട്രീയമല്ലേ. സാബു എബ്രഹാമിനെ പോലെ 30 വർഷക്കാലം ഈ പഞ്ചായത്തിൽ ഒരു ജനപ്രതിയായിരുന്ന അദ്ദേഹം തന്നെ ഇത് പറയണം. അദ്ദേഹം ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, ജനപ്രതിയായിരുന്നു, കഴിഞ്ഞ ടേമിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. എന്തുകൊണ്ടാണ് ഇതൊന്നും നടപ്പിലാക്കാൻ ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ? സ്ഥിരം സമിതി അധ്യക്ഷൻ എസ് ചന്ദ്രകുമാർ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഉല്ലാസ്, പഞ്ചായത്ത് സെക്രട്ടറി ബി രാജീവ് എന്നിവർ നേതൃത്വം നൽകി. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ.